അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പൊന്നാര മക്കളെ, അള്ളാഹു നല്ല ആരോഗ്യവും ആഫിയത്തും തരട്ടെ. നമ്മൾ ദുറൂസ്, 3-ാം ക്ലാസ്സിലെ ദുറൂസ് 1-ാം ഭാഗത്തിലെ 13-ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത്. അൽ മഅസൂമൂൻ, പാപ സുരക്ഷിതർ. നസ്ലു, ചേരുംപടി ചേർക്കാനാണ്. അത് ഞാൻ കളർ ചെയ്തൊക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോന്നിനും ഓരോ കളറുകളാണ്. അൽ അമാന, വിശ്വസ്തത. അത്തബലീഗ്, പ്രബോധന പ്രവർത്തനം. അൽ ഫത്വാന, കൂർമ്മ ബുദ്ധി. അസ്വിദ്ഖ്, സത്യസന്ധത. അങ്ങനെ തന്നെ ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ. നുറത്തിബുൽ മറാത്തിബ്, പദവികൾ ക്രമപ്പെടുത്താം. ഏറ്റവും പദവിയുള്ളത് ആരാണ്? നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും പദവിയുള്ളവർ. പിന്നെ ഉലുൽ അസ്ം, പിന്നെ മുർസലുകൾ, പിന്നെ നബിമാർ, പിന്നെ സാധാ മനുഷ്യർ, മൃതൊന്നല്ലാത്ത മനുഷ്യർ. അതും കഴിഞ്ഞ് നുജീബു, ഉത്തരമെഴുതാം. ഉലുൽ അസ്ം ആരെല്ലാം ആണ്? നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആരാണ്? നബിമാർ. മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമർ നബിമാരാണ്. 3. ആദ്യത്തെ റസൂൽ ആരാണ്? ആദം നബി അലൈഹിസ്സലാം. 4. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. കാരണമെന്ത്? മനുഷ്യരെ നേർവഴിയിൽ ആക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അതിനാൽ അവർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാവണം. 5. അള്ളാഹു അമ്പിയാക്കൾക്ക് വഹി നൽകിയത് എന്തിന്? അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി. ഇനി സന്ദർഭം എഴുതാല, സന്ദർഭം വിവരിക്കുക. നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കുക. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ബിംബത്തെ തൊടരുത്. അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ആ ബിംബത്തെ തൊടരുത്, പിറകോട്ട് പോകൂ. ഈ വാക്യം എപ്പോഴാണ് ഉണ്ടായത്? നബിയുടെ കുട്ടിക്കാലത്ത് അബൂതാലിബും നബിയുടെ അമ്മായിമാരും നിർബന്ധിച്ചു. ഖുറൈശികളുടെ ഒരു ആഘോഷത്തിന് കൊണ്ടുപോയി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംബത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വെളുത്ത ഉയരമുള്ള ഒരാൾ നബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞതാണിത്, മുഹമ്മദ് ആ ബിംബത്തെ തൊടരുത്, പിറകോട്ട് പോകൂ. നഖറഉ വനഫ്ഹമു, വായിച്ചു മനസ്സിലാക്കാം. അൽ മഅസൂമൂൻ, പാപസുരക്ഷിതർ. അൽ അംബിയാ, നബിമാർ. അൽ മുർസലൂൻ, മുർസലുകൾ. സ്വഹാബി, ഈമാനോടുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരുമിച്ചുകൂടി ഈമാനോടെ മരിച്ച വ്യക്തി. വഹ്യ്, ദിവ്യബോധനം. അന്നാസ്, മനുഷ്യർ. നുബുവ, പ്രവാചകത്വം. ഇനി സെന്റൻസുകൾ ഉണ്ടാക്കാനാണ്, വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഒരു വാക്ക് കേട്ടാൽ വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. മലയാളത്തിൽ ആവശ്യപ്പെട്ടു എന്ന വാക്കുപയോഗിച്ചൊരു വാക്യം തയ്യാറാക്കിയാലോ, പാഠവുമായി ബന്ധപ്പെട്ടതാകട്ടെ. അമ്മായിമാർ നബിയോട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു. ശരിയല്ലേ? തെറ്റുകൾ അമ്പിയാക്കളിൽ നിന്ന് നുബുവത്തിന് മുമ്പ് ശേഷമോ തെറ്റുകൾ സംഭവിക്കില്ല. നുബുവത്തിന് മുമ്പോ ശേഷമോ തെറ്റുകൾ സംഭവിക്കില്ല. സുരക്ഷിതർ
ആ വാക്കുപയോഗിച്ച് വാക്യം ഉണ്ടാക്കണം. അമ്പിയാക്കൾ പാപങ്ങളിൽ നിന്നും സുരക്ഷിതരാണ്. സുരക്ഷിതർ എന്ന വാക്ക്. ഇനി അടുത്തത് ഉത്തമൻ. അമ്പിയാക്കൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്. ഇങ്ങനെയും പറയാം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മുകളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്. അടുത്തത് മഹത്വം. മഹത്വം എന്ന വാക്കുപയോഗിച്ച് വാക്യം തയ്യാറാക്കിയാലോ? അമ്പിയാക്കൾക്ക് അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ ഉണ്ടാവാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. മറവി കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. പഠിച്ചത് മറക്കുന്ന രോഗം നൽകല്ല റബ്ബേ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്ക് മാരകമായ രോഗം നൽകി ഞങ്ങളെയോ അവരെയോ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ ഉസ്താദുമാർ ഇഷ്ടപ്പെട്ടവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിന്റെ പരിമളമുള്ള ഖബറുകളാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പമാരനുസരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.